മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ കത്തിപ്പടർന്ന വിവാദം. ആരെയും ഒന്നും അറിയിക്കാതെയുള്ള യാത്ര എന്ന് തുടങ്ങി ചെലവാകുന്ന പണത്തെക്കുറിച്ച് വരെ പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. എല്ലാം പാർട്ടി അറിഞ്ഞുവെന്നാണ് CPM വിശദീകരണം. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE എന്നിവിടങ്ങളിലേക്കാണ് മുഖ്യമന്ത്രി പറന്നത്. ഭരണത്തലവൻ നീണ്ട ദിവസങ്ങൾ യാത്ര പോകുമ്പോൾ, അതും രാജ്യം വിട്ടുള്ള യാത്രയാണെങ്കിൽ സാധാരണ അറിയിപ്പ് പതിവുണ്ട്. ഇത്തവണ യാത്ര അതീവ രഹസ്യമാക്കി. ആർക്കും ചുമതലയും നൽകിയില്ല. സ്വകാര്യ സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചാൽ പോലും മറുപടി കിട്ടാത്ത വിധം മറയെന്തിനെന്ന ചോദ്യമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. സാമ്പത്തിക ഞെരുക്കം മുതൽ വരൾച്ച വരെയുള്ള പലവിധ പ്രതിസന്ധികളിലൂടെ ജനം കടന്നുപോകുമ്പോൾ മുഖ്യമന്ത്രി കുടുംബസമേതം ഉല്ലാസയാത്രയ്ക്ക് പോയതിലെ അമർഷവും പരിഹാസവും കോൺഗ്രസിന്. എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഒളിച്ചോടുന്നത്? എനിക്കറിയാൻ ചോദിക്കുക. എല്ലാവരുടെയും വ്യക്തമാക്കി നമ്മൾ പോകുന്ന എല്ലാ കാര്യങ്ങളൊക്കെ നാട്ടുകാരോട് പറയും, ജനങ്ങളോട് പറഞ്ഞ് എത്ര അന്തസ്സിൽ അദ്ദേഹത്തിന് പോകാം. യാത്രയ്ക്കുള്ള ചെലവ് എവിടെ നിന്നെന്ന ചോദ്യമാണ് BJP ഉന്നയിക്കുന്നത്. 19 ദിവസം ഇവരെല്ലാവരും കൂടി 3 വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരം നടത്താനുള്ള വരുമാന സ്രോതസ് എന്താണ്? അത് എവിടെ നിന്നാണ് വരുന്നത്? വിമർശകർക്ക് മുഖമടച്ച മറുപടിയാണ് ഇടതുമുന്നണി കൺവീനറുടെ ഭാഗത്തു നിന്നുള്ളത്. എല്ലാം പാർട്ടിയും സർക്കാരും അറിഞ്ഞാണ്. കടുകിടയ്ക്ക് ചട്ടം വിടുന്ന ആളല്ല മുഖ്യമന്ത്രി എന്നാണ് പ്രതിരോധം. അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല. എല്ലാ കാര്യങ്ങളും പാർട്ടി അറിഞ്ഞുകൊണ്ട്, പാർട്ടി ചർച്ച ചെയ്തുകൊണ്ട്, ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട്, ഗവൺമെൻറ് തീരുമാനമനുസരിച്ച്, നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ, പോകുന്നുള്ളൂ. നിങ്ങൾ കൊടുക്കുമോ ചെലവ്? അതെന്തിനാ നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത്? കുടുംബസമേതമാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. ഇന്നലെ പുലർച്ചയ്ക്ക് കൊച്ചിയിൽ നിന്ന് വിമാനം കയറി. കഴിഞ്ഞ 4 ദിവസങ്ങളായി വിദേശ സന്ദർശനത്തിലായിരുന്ന പൊതുമരാമത്ത് മന്ത്രിയും സംഘവും ഇന്തോനേഷ്യ മുതൽ മുഖ്യമന്ത്രിക്കൊപ്പം ചേരും. വിവിധ രാജ്യങ്ങളിലായി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന സംഘം 21-ന് തിരിച്ചെത്തുമെന്നാണ് അറിയിപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.